ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ജീവശബ്ദത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിച്ചേരുവാൻ കർത്താവ് ഒരുക്കുന്ന മനോഹരമായ സാവകാശനായി സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിലെ അസന്നിഗ്ധമായ സത്യങ്ങൾ അത് അതിൻ്റെ മാതൃതയോടെ ഗ്രഹിപ്പാനും ദൈവവചനത്തിൽ വളരുവാനും കർത്താവ് നൽകുന്ന നല്ല സാവകാശങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം ഈ സമയത്തും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രവിക്കാമെങ്കിൽ ഇന്ന് പകലും ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്കായി അത്ഭുതങ്ങൾ ചെയ്യുന്നതാണ്. ദൈവത്തിൻ്റെ വചനം അത് ശക്തിയുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം അത് മാൻപേടകളെ പ്രസവിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കൂ. ഇന്ന് പകൽ നിങ്ങൾക്കത് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. ആ വചനത്താൽ നമുക്ക് ശക്തി പ്രാപിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ പകലിലെ നമ്മുടെ വിചിന്തനത്തിനായി കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം ഞാനിവിടെ പൊതുവിൽ വായിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ സമാപനത്തിങ്കൽ റോമൻ കാരാഗൃഹത്തിൽ അകപ്പെട്ട് ജീവിതത്തിൻ്റെ സമാപന സമയത്തേക്ക് താൻ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൊലോസിയിലുള്ള ദൈവസഭയ്ക്ക് എഴുതിയ ലേഖനമാണ് കൊലോസി ലേഖനം. കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് താൻ പ്രധാനമായി എഴുതിയ 4 ലേഖനങ്ങളെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറയുന്നു. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസിയർ, ഫിലമോൻ 4 ലേഖനങ്ങളെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറയുന്നു. ഈ കാരാഗ്രഹ ലേഖനങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള മഹത്വമേറിയ വെളിപ്പാടുകൾ ദൈവസഭയ്ക്ക് ശക്തിയോടെ തുറന്നു കൊടുക്കുന്നു. കൊലോസ്യ സഭയ്ക്കകത്ത് യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും 2 വിഭാഗങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച വിശ്വാസികൾ ദൈവസഭയിൽ വന്ന കർത്താവിനെ ശക്തിയോടെ ആരാധിപ്പാൻ തുടങ്ങിയപ്പോൾ അവർ രക്ഷിക്കപ്പെട്ടു വന്ന പശ്ചാത്തലത്തിൽ നിന്ന് പല ചിന്താഗതികളും തത്വജ്ഞാനമായി, മാനുഷിക ഉപദേശങ്ങളായി, മാനുഷിക സമ്പ്രദായങ്ങളായി ദൈവസഭയ്ക്കകത്തേക്ക് രംഗപ്രവേശനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ മടുവിൽ സകല പ്രശ്നങ്ങളുടെയും പരിഹാരം യേശുക്രിസ്തുവിൽ കൂടെയാണെന്ന് തെളിയിക്കേണ്ടവന് പൗലോസ് ശക്തിയോടെ ദൈവാത്മാവിനാൽ രചിച്ച ലേഖനങ്ങളിൽ ഒന്നാണ് കൊലോസ്യ ലേഖനം. ഈ ലേഖനത്തിനകത്ത് അതിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ആഴ്ചയിൽ അല്പാൽപമായി ചിന്തിക്കാം. ആ ലേഖനത്തിലൊരു പ്രധാന വാക്യമാണെന്ന് വിശകലനത്തിനായി വായിച്ചത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്തിരിക്കുന്നു. പൗലോസ് ഞാൻ പറഞ്ഞല്ലോ ഈ ലേഖനം എന്ന കാരാഗ്രഹത്തിൽ കിടന്നാണ്. താൻ ഇതിനു മുമ്പ് കാരാഗ്രഹത്തിൽ കിടന്നിട്ടുണ്ട്. ഫിലിപ്പിൻ കാരാഗ്രഹത്തിൽ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രാരംഭ സമയത്ത് കിടന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതാണ്. പൗലോസും ശീലാസും കൂടെ കാരാഗ്രഹത്തിൽ കിടന്നു. 2 ഭക്തന്മാർ ഒരുമിച്ച് കാരാഗ്രഹത്തിലിരുന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവത്തെ വാഴ്ത്തിയപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിത്തറകൾ കുലുക്കി. കാരാഗ്രഹ പ്രമാണിയുടെ മുമ്പിൽ പൗലോസും ശീലാസും വന്ന് കാരാഗ്രഹ പ്രമാണി ഞങ്ങൾ രക്ഷപ്രാപിക്കേണ്ടവൻ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് അങ്ങനെ കാരാഗ്രഹത്തിൽ നിന്നും അത്ഭുതകരമായി ഒറ്റ രാത്രി കൊണ്ട് വിടുവിച്ച ദൈവമാണ് പൗലോസിന്റെ ദൈവം. പക്ഷേ റോമൻ കാരാഗ്രഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ട്, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് വിടുവിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം 2 വർഷം താൻ കാരാഗ്രഹത്തിൽ കിടന്നിട്ടും തന്നെ തിരിഞ്ഞു നോക്കാതെ, തന്നെ വിടുവിക്കാതെ കാരാഗ്രഹത്തിനകത്ത് കിടക്കുവാൻ അനുവദിച്ചതിനാൽ ആ കാരാഗ്രഹത്തിനകത്ത് കിടന്ന് യാതൊരു പരാതിയും കൂടാതെ, യാതൊരു വിഷമവും കൂടാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ലോകരാജ്യങ്ങളെ ഉറപ്പിക്കുന്ന, ഭക്തന്മാരെ ശക്തിപ്പെടുത്തുന്ന, അവരുടെ അവസ്ഥകളിൽ ശക്തിയോടെ ദൈവാത്മാവിനാൽ ഉറപ്പിക്കുന്ന ഈടുറ്റ ലേഖനങ്ങൾ പൗലോസ് ആ കാരാഗ്രഹത്തിൽ കിടന്ന് ദൈവസഭയ്ക്ക് എഴുതുകയാണ്. നോക്കൂ, ഈ കാരാഗ്രഹവാസത്തിന് തൊട്ടു മുമ്പ് പൗലോസ് സഞ്ചരിച്ചതായ മേഖലകൾ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 26, 27, 28 അധ്യായങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 27-ാം അധ്യായത്തിൽ പൗലോസ് ഒരു കപ്പൽ യാത്രയിലാണ്. 276 പേരടങ്ങുന്ന ആ കപ്പൽ യാത്ര
അവർ ആ റോമിലേക്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം മെലിത്ത ദ്വീപിലെത്തേക്ക് മുമ്പ് ആ കപ്പൽ ഉടഞ്ഞുപോയി. ആ 14 രാവും പകലും സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ അവർ ആ ഇരുട്ടത്ത് ആശ നഷ്ടപ്പെട്ട്, രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ട് അവർ കടലിനകത്ത് അകപ്പെട്ട സന്ദർഭങ്ങൾ നമുക്ക് 27-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. അവർ രക്ഷപ്പെടുമെന്നുള്ള ആശ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഇരുളേറിയ മണ്ഡലങ്ങളിലൂടെ ആർക്കും നിങ്ങളെ സഹായിപ്പാൻ കഴിയാതെ വണ്ണം, സഹായത്തിന്റെ ഒരു കരവും നിങ്ങളുടെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ കഴിയാതെ വണ്ണം, നിങ്ങൾ ഒറ്റയ്ക്കാക്കപ്പെട്ട അവസ്ഥകളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. അതിന്റെ മടുവിൽ നിങ്ങൾ മറന്നുപോകരുത്, പൗലോസിന് വേണ്ടി ഇറങ്ങി വന്ന ദൂതൻ നിങ്ങൾക്ക് വേണ്ടിയും ഇറങ്ങി വരുവാൻ ശക്തിയുള്ളവനാണെന്നുള്ള കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ആരും കാണാതെ ആ കടലിനകത്ത് എപ്പോൾ മരിക്കുമെന്നുള്ള ചിന്ത മാത്രം എല്ലാവരും അകത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ, അവരുടെ സകല വസ്തുക്കളും അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞ് മരണത്തെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് 27-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ദൂതൻ കൊടുങ്കാറ്റിന്റെ മടുവിൽ ഇറങ്ങി വരുന്നത്. ഒരു കരത്തിനും ഇറങ്ങി വരുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം രക്ഷിപ്പാൻ ഒരൊറ്റ വ്യക്തിക്കും സാധ്യമല്ലാത്ത സന്ദർഭത്തിലാണ് യഹോവയുടെ ദൂതൻ ഇറങ്ങി വന്ന് പൗലോസിന് പറയുന്നത്, പൗലോസേ, കൂടെയുള്ള സകലരെയും ഞാൻ നിങ്ങൾക്ക് ദാനം തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ സിംഹാസനത്തിലുമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനകത്തുള്ള ഒരു വ്യക്തിയുടെ ഒരു രോമം പോലും നഷ്ടപ്പെട്ടു പോവുകയില്ല. ഞാൻ പറയുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ ചിന്തിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രയാസങ്ങളുടെ, പ്രതികൂലങ്ങളുടെ, പ്രശ്നങ്ങളുടെ നടുവിൽ ആരും നിങ്ങളെ സഹായിപ്പാനില്ലെന്ന് വിചാരിച്ച് നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ പൗലോസ് 27-ാം അധ്യായത്തിൽ കൂടെ പറയുകയാണ്, ഒരു രോമം പോലും നഷ്ടപ്പെടുത്താതെ നിങ്ങളെ സൂക്ഷിപ്പാൻ, നിങ്ങളെ സംരക്ഷിപ്പാൻ, നിങ്ങളെ സഹായിപ്പാൻ ശക്തിയുള്ള ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. ഇന്ന് ആ ഉറപ്പ് അകത്തേക്ക് ആത്മാവിൽ പകരുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. എപ്പോഴാണത് ആത്മാവിൽ വെളിപ്പാടായിട്ട് പകരപ്പെടുന്നത്? നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ആ വചനം നിങ്ങൾ ധ്യാനിക്കാൻ തുടങ്ങണം. ആ വചനം നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ആ വചനത്തിനകത്തുള്ള ആത്മാവ് നിങ്ങളുടെ ആത്മാവിലേക്ക് കയറി നിങ്ങളുടെ ആത്മാവിനെ ശക്തിയോടെ ബലപ്പെടുത്തുകയാണ്. അവരാണ് ആത്മാവിനാൽ ബലം വ്യാപരിക്കുന്നവർ, അവരാണ് അകത്തെ മനുഷ്യരിൽ ശക്തിയോടെ ബലമുള്ളവരെന്ന് ദൈവത്തിന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. നോക്കൂ, ഇവിടെ എന്താ പറഞ്ഞു വന്നത്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്തിരിക്കുന്നു. ശ്രമിക്കൂ, ഇവിടെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, തേജസ്സിന്റെ പ്രത്യാശയായ ക്രിസ്തു അല്ല, മഹത്വമായ ക്രിസ്തു, മഹത്വത്തിന്റെ ആത്മാവായ ക്രിസ്തു നിങ്ങളുടെ അകത്തിരിക്കുന്നു. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം നമുക്ക് കാണാം. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം നാം അവിടെ വായിക്കുന്ന പ്രകാരമാണ്, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ശ്രമിക്കുക, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നോക്കൂ, എന്താ പറയുന്ന വിഷയം? ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം പറഞ്ഞ ദൈവത്തിന്റെ വചനം ധിക്കരിച്ച് ആദാം പാപം ചെയ്തതിനാൽ നോക്കിയേ, ദൈവ തേജസ് നഷ്ടപ്പെട്ടവനായി ആദാം മാറ്റപ്പെടുന്നു. എല്ലാവരും പാപം ചെയ്ത ആദാമിലൂടെ സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. എന്താണ് അവന്റെ ദൈവ തേജസ്സിന്റെ മഹത്വം? എന്താണ്? ദൈവം 6 ദിവസം കൊണ്ടാണ് ഈ ഭൂമിയെ പുനഃസൃഷ്ടി നടത്തിയത്. 5 ദിവസം ദൈവം ഈ ഭൂമിയിലെ ചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചു. സകലവും സൃഷ്ടിച്ചപ്പോൾ ദൈവം നല്ലത് 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 എന്ന് ദൈവം കണ്ടു. എന്നാൽ 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. തൻ്റെ സ്വരൂപത്തിൽ, തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവനെ നോക്കിക്കൊണ്ട്, ഈ ഭൂമിയെ നോക്കിക്കൊണ്ട് ദൈവം പറഞ്ഞു, വളരെ നല്ലത്. കാരണം തൻ്റെ മഹത്വമുള്ള, തൻ്റെ തേജസ്സുള്ള, തൻ്റെ സാദൃശ്യമുള്ള മനുഷ്യനെ കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, വളരെ നല്ലത്. മഹത്വത്തോടെ നിൽക്കുന്ന മനുഷ്യൻ, തേജസ്സോടെ നിൽക്കുന്ന മനുഷ്യൻ, ദൈവ സാദൃശ്യത്തിൽ നിൽക്കുന്ന മനുഷ്യൻ, അവൻ സാധാരണ ഒരു വ്യക്തിയല്ല, അവൻ വളരെ നല്ലതാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മകുടമായി ദൈവം മനുഷ്യനെ ഏത് നോട്ടത്തിൽ നിർത്തിയിരിക്കുകയാണ്. എന്നാൽ എന്ത് സംഭവിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞു, പാപത്താൽ മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. അവിടം കൊണ്ട് മനുഷ്യവർഗത്തിന്മേൽ പ്രശ്നങ്ങളുടെ ആരംഭം ശക്തിയാർജിക്കപ്പെടുകയാണ്. പാപത്താലല്ലേ രോഗം വന്നത്, പാപത്താലല്ലേ ശാപം വന്നത്, പാപത്താലല്ലേ തകർച്ച വന്നത്, പാപത്താലല്ലേ ഒന്നൊന്നിനെ കൊല്ലാൻ തുടങ്ങിയത്, പാപമല്ലേ ആ മുള്ളും പറക്കാരെ മുളപ്പിച്ചത്, പാപമല്ലേ സകല പ്രശ്നങ്ങളെയും അടിസ്ഥാന കാരണം. എന്തിനേറെ പറയുന്നു, സകല അടിസ്ഥാന പ്രശ്നങ്ങളുടെയും കാരണമായ പാപം മനുഷ്യനിൽ നിന്ന് തേജസ് ഊരിമാറ്റി. എന്നാൽ ഈ സകല പ്രശ്നത്തിനെയും പരിഹാരം വരുത്തുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്, അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യപ്രതിമായ എന്റെ കർത്താവ്, അവൻ സ്വർഗമഹിമ വെടിഞ്ഞുകൊണ്ട്
ഈ താണഭൂമിയിൽ വന്ന് അവൻ ജഡത്തിൽ ഈ ഭൂമിയിൽ ജനിച്ച് അവൻ 33 വയസ്സ് വരെ ഈ ഭൂമിയിൽ അവൻ മനുഷ്യനായി ജീവിച്ച് ഒടുവിൽ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തെ ചുമന്നുകൊണ്ട് മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിലും രക്ഷിക്കേണ്ടവന് അവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി മരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? കാൽവരിയിൽ നമ്മുടെ മുഴുവൻ മനുഷ്യവർഗത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് പാപത്തിന് പകരമായി അവൻ കാൽവരിയിൽ ശിക്ഷ അനുഭവിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, യേശുക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മഹാ അത്ഭുതം ഇന്ന് പകൽ സംഭവിക്കുകയാണ്. എന്താണ് അത്ഭുതം എന്ന് പറയുന്നത്? അത്ഭുതം മറ്റൊന്നുമല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇന്ന് ഈ സെക്കൻഡിൽ നിങ്ങളുടെ ആത്മാവിലേക്ക് വരികയാണ്. എന്താണ് അതിന്റെ മെച്ചം എന്ന് പറയുന്നത്? ആ മെച്ചം ഏദൻ തോട്ടത്തിൽ ഊരിമാറ്റപ്പെട്ട, ഏദൻ തോട്ടത്തിൽ ആ മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം ശക്തിയോടെ അവന്റെ മേൽ വെളിപ്പെട്ട് വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതല്ലോ കൊടുക്കുന്നത്. അപ്പൊ നോക്കിയേ, ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ 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 ആത്മാവിനെ അളവ് കൂടാവല്ലോ കൊടുക്കുന്നത്. അപ്പൊ അളവ് കൂടാതെ നിന്റെ മേൽ ആത്മാവിനെ പകരുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇന്ന് പകൽ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം നീ ധ്യാനിക്കാൻ തയ്യാറാണോ? ദൈവത്തിന്റെ വചനം നീ വായിക്കുന്നുണ്ടോ? വായിക്കാൻ തയ്യാറാണെങ്കിൽ അളവ് കൂടാതെ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ ശക്തിയോടെ പകരുവാൻ ദൈവാത്മാവ് തയ്യാറാണെന്ന് നോക്കൂ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പകരപ്പെടുമ്പോൾ ദൈവം ട്രിയൂണിറ്റി ഉള്ളവനാണ്. ദൈവം ട്രിയൂണിറ്റി ഉള്ളവനാണ്. പരിശുദ്ധാത്മാവിൽ പിതാവുണ്ട്, പുത്രനുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനം പ്രമാണിച്ചാൽ ഞാനും പിതാവും നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ വാസം ചെയ്യും. അർത്ഥാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 ആളത്വങ്ങളടങ്ങിയ ഏക ദൈവം നിന്റെ അകത്ത് വസിക്കാൻ തുടങ്ങും. നിന്റെ ആത്മാവിൽ അത് ബലമായി മാറാൻ തുടങ്ങും. ഇത് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കാൻ തുടങ്ങുകയാണ്. എന്താണ് രക്ഷയിൽ നടക്കുന്നതെന്ന് അറിയാത്ത വ്യക്തിത്വങ്ങളാണ് ജീവിതത്തിൽ നാശത്തിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. പലരും അല്പകാലം പ്രാർത്ഥിക്കാൻ വരും, അല്പകാലം ദൈവത്തോട് അഭയാചന കഴിക്കാൻ വേണ്ടി വരും, ചില മീറ്റിംഗുകൾ കൂടാൻ വരും. കുറച്ച് കഴിയുമ്പോൾ അവർ പതുക്കെ പിന്മാറിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ കാരണമെന്നറിയാമോ? കാരണം മറ്റൊന്നുമല്ല, അവർ പരിജ്ഞാനമില്ലാത്തവരായി മാറുന്നു. എന്താണ് വേദപുസ്തകത്തിനകത്ത് ദൈവം വിഭാവനം ചെയ്തതെന്ന് കാണുവാൻ അവരെ കണ്ണു തുറന്നിട്ടില്ല. ഹോശേയ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, പരിജ്ഞാനമില്ലാകിയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. ഞാൻ ആ വാക്യം ഒന്നുകൂടെ പറയുന്നു, പരിജ്ഞാനമില്ലാകിയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. ദൈവമില്ലാത്തതിനാലല്ല, ദൈവം പ്രവർത്തിക്കാത്തതിനാലല്ല, ദൈവം നിന്നെ വിട്ട് മാറിപ്പോയതിനാലല്ല. പരിജ്ഞാനമില്ലാകിയാൽ ദൈവം നിന്റെ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാൻ ദൈവം വഴിയൊരുക്കി വെച്ചു എന്നുള്ള ബോധം നിനക്കില്ലായകയാൽ, നീ വഴി വിട്ട് മടക്കുന്നതിനാൽ, നീ നിനക്ക് വേണ്ടി ദൈവം വെച്ച വഴിയെ കാണാൻ നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാത്തതിനാൽ, പ്രശ്നങ്ങൾ വരുമ്പോൾ നീ നാടുമീളെ ഓടുന്നതിനാൽ, നീ പ്രശ്നത്തിന് നീ ഒരു പരിഹാര വഴി കണ്ടെത്തിയിട്ടുണ്ട്, അത് പ്രകാരം നീ ചെയ്യാത്തതിനാൽ, അതിൻ പ്രകാരം ദൈവം നടത്താത്തതിനാൽ, ദൈവത്തെ കൊണ്ട് നിന്റെ ഇഷ്ടപ്രകാരം നീ പ്രവർത്തിപ്പിക്കാൻ നോക്കുന്നതിനാൽ, ദൈവം വെച്ച വഴി എന്താണെന്നറിയാൻ നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാത്തതിനാൽ, പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. ശ്രദ്ധിക്കുക, ബൈബിൾ പറയുന്നു, എന്നാൽ നാം ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമായി നൽകുവാൻ. അപ്പൊ നിങ്ങൾ ചോദിക്കാത്തത് നിങ്ങൾക്ക് വേണ്ടി തരുവാൻ ദൈവശക്തിയുള്ള ദൈവമാണ്. പക്ഷെ എന്താ മടക്കാത്തത്? അതിന് തൊട്ടുമുകളിൽ പറഞ്ഞ വാക്യം, നിങ്ങൾ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അപ്പൊ ഇവിടെ ദൈവാത്മാവിനാൽ നിങ്ങളുടെ അകത്തു നടക്കുന്ന, നിങ്ങളുടെ മേൽ നടക്കുന്ന ദൈവാത്മാവിന്റെ പ്രവർത്തികളുമായി നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് ബന്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളുടെ മേൽ നിങ്ങൾക്ക് ജയാളിയായി ജീവിക്കാൻ, ഇതിനെ അതിജീവിക്കുവാൻ നിങ്ങളുടെ അകത്ത് വന്ന ക്രിസ്തുവിന്, ദൈവാത്മാവിന് മഹത്വകരമേറിയ പദ്ധതികളുണ്ട്. അത് കാണാൻ കണ്ണു തുറന്നാൽ നിങ്ങൾ ഇന്ന് പകൽ അടുത്ത ഒരു അപ്രമാദിത്വ ലെവലിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. ഞാനത് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നോക്കൂ, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒരു വലിയ യുദ്ധം, ഫെലിസ്ത്യർ ഇസ്രായേൽ വരെ യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 40 ദിവസമായി ശൗലിന്റെ സൈന്യത്തിന് നേരെ ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തും ഫെലിസ്ത്യ സൈന്യവും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രമിക്കുക, ഗോലിയാത്ത് താഴ്വരയിറങ്ങി ഒന്ന് വെല്ലുവിളിക്കും,
40 ദിവസമായി വെല്ലുവിളി നടക്കുന്നു. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇറങ്ങിച്ചെല്ലാൻ ആരുമില്ല. ആരെങ്കിലും ചെന്ന് ഗോലിയാത്തിനെ ജയിച്ചാൽ ഫെലിസ്ത്യർ അവർക്ക് കീഴടങ്ങാമെന്നുള്ളതാണ് അവരുടെ വാദഗതി. അല്ല, മറിച്ച് ഗോലിയാത്താണ് ജയിക്കുന്നതെങ്കിൽ ഇസ്രായേൽ കീഴടങ്ങണം. ആരുമില്ല ഇറങ്ങിച്ചെല്ലാൻ. പക്ഷേ 40 ദിവസം കഴിഞ്ഞപ്പോൾ 40-ാം ദിവസം ദാവീദ്, ഈശായുടെ മകനായ ദാവീദ് ചേട്ടന്മാർക്ക് ഭക്ഷണമായിട്ട് പോയതാ, ചേട്ടന്മാരെ വിവരം അന്വേഷിക്കാൻ വേണ്ടി പോയതാ. ചെന്നപ്പോഴാണ് അവിടെ വെല്ലുവിളി കേൾക്കുന്നത്. അവൻ ശൗലിന്റെ അടുക്ക് ചെന്നു. ശൗലിന്റെ കുപ്പായ ഇടിവിച്ചു. അവൻ പറഞ്ഞു, ഇതൊന്നും എനിക്ക് പറ്റുന്ന പരിപാടിയല്ല, എൻ്റെ പരിപാടി പണ്ടത്തെ പരിപാടിയാണ്. കാട്ടിൽ ഞാൻ ആടിനെ മേയിച്ച പരിപാടിയുണ്ട്, എനിക്ക് ആ വേഷമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ദാവീദ് തൻ്റെ വേഷവുമായി, ഇടയവേഷവുമായി 5 കല്ലെടുത്ത് ഒരു കവണയുമായി അവൻ ഗോലിയാത്തിന് വരെ ചെല്ലുമ്പോൾ ദാവീദ് പറഞ്ഞ പദമുണ്ട്, നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. ശ്രമിക്കുന്നുണ്ടോ? മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തിന് മേലെ നീ ചെല്ലേണ്ടത് നിന്റെ ഹുങ്കാരത്തിലല്ല, നിന്റെ കഴിവിലല്ല, നീ പറയുന്ന നിനക്ക് തന്നിട്ടുള്ള യേശു എന്ന നാമത്തിന്റെ മഹത്വം മനസ്സിലാക്കി മുൻപിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെ നീ വലുതായി കാണാവേ. ഗോലിയാത്ത് എത്ര അടി പൊക്കമുണ്ടായിക്കോട്ടെ, 9 അടിയോ 10 അടിയോ 12 അടിയോ എത്ര ഉയരമുണ്ടായിക്കോട്ടെ, അവൻ എത്ര വലിയ മല്ലനായിക്കോട്ടെ, അവന്റെ കയ്യിൽ വാളുണ്ട്, പരിചയമുണ്ട്, എന്തൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കുക, ദൈവം, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത്. ശ്രമിക്കുക, അവിടെ അതിപ്രധാനമായ ഒരു സംഭവം എന്ന് പറയുന്നത്, തന്റെ കയ്യിലിരിക്കുന്ന ഒറ്റ കല്ല് മതി ഗോലിയാത്ത് എന്ന പ്രശ്നത്തെ അവസാനിപ്പിക്കാൻ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. തൻ്റെ മേൽ വീണ് കിടക്കുന്ന അഭിഷേകത്തിൽ നിന്നുകൊണ്ട് അവന്റെ ആത്മാവിൽ മന്ത്രിച്ച ദൈവ ശബ്ദത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഒരൊറ്റ കല്ലെടുത്ത് ഒരൊറ്റ ഏറ് കൊടുത്തപ്പോൾ ഗോലിയാത്ത് അവിടെ തലവല്ലി വീണെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഗോലിയാത്തായ മല്ലനായ ഗോലിയാത്തിനേക്കാൾ വലിയ പ്രതിസന്ധികൾ നിങ്ങളുടെ മേൽ നിലനിൽക്കുമ്പോൾ പ്രശ്നങ്ങളുടെ വലിപ്പം കണ്ടുകൊണ്ട് നിങ്ങൾ തളർന്നിരിക്കാവേ, നിങ്ങൾ വാടിപ്പോകാവേ, നിങ്ങൾ പിന്നോട്ട് വലിഞ്ഞു പോകാവേ, ധൈര്യത്തോടെ ദൈവത്തിന്റെ നാമം എടുത്ത്, യേശുവിന്റെ നാമമെടുത്ത്, അഭിഷേകത്തിന്റെ ശക്തിയിൽ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മമണ്ഡലത്തിലെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ചില വാക്കുകൾ നിങ്ങൾ ധൈര്യത്തോടെ പറയാമോ? ദൈവത്തിന്റെ വചനം നിങ്ങൾ പന്റേടത്തോടെ ഉച്ചരിക്കാൻ തയ്യാറാകാമോ? നിന്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ തകർക്കുവാൻ, അവനെ ഉടയ്ക്കുവാൻ, അവനെ മാറ്റുവാൻ, അവന്റെ മുകളിലൂടെ നടക്കുവാൻ ദൈവശക്തി അവൻ നിന്റെ മേൽ പകരുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ അർത്ഥാലാമെന്ന ഒരൊറ്റ കാര്യം പറയുന്നു, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്തിനെ ജയിക്കാൻ ഒറ്റ കല്ല് മതി. ആ പ്രശ്നത്തെ ജയിക്കാൻ അഭിഷേകം നിന്റെ മേലുണ്ട്. അർത്ഥാൽ ദാവീദിന്റെ മേൽ വ്യാപരിച്ച അഭിഷേകമാണ് ഗോലിയാത്തിനെ ജയിപ്പിക്കുവാൻ മുഖാന്തരമായി ഭവിക്കപ്പെട്ടത്. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അഭിഷേക തൈലമില്ലെങ്കിൽ ദാവീദേ, നീ എത്ര മിടുക്കനാണെങ്കിലും നിന്റെ ഏറ് കൊള്ളേണ്ടടുത്ത് കൊണ്ടുകൊള്ളണമെന്നില്ല. എന്നാൽ ഇന്ന് നീ എറിഞ്ഞപ്പോൾ കൊള്ളാൻ കാരണം നിന്റെ തലമേൽ വ്യാപരിച്ച അഭിഷേകമാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ എത്ര പ്രതിസന്ധിയുടെ അകത്ത് ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിലും ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് നിങ്ങൾ ദൈവാത്മാവിനാൽ ഒരു വാക്ക് ധൈര്യത്തോടെ പറയാൻ തയ്യാറായാൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ എടുത്തുമാറ്റി നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നൽകുവാൻ, നിങ്ങളുടെ തലമുറകളുടെ ഭാവിയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, നിങ്ങളുടെ ആ സാമ്പത്തിക പ്രതിസന്ധികളുമേൽ ജയത്തോടെ നിൽക്കുവാൻ, നിങ്ങളുടെ തകർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ അവനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങളുടെ വായിൽ വരുന്ന വചനത്തിന് ശക്തിയുണ്ട്. നിങ്ങളുടെ ആ നാവിന്റെ അധികാരം ഉയർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട്. ആകയാൽ വളരെ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ വചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുക. ദൈവത്തിന്റെ വചനം ചില വൻക്രിയകൾ നിങ്ങൾക്ക് വേണ്ടി മുൻപിൽ ചെയ്യുകയാണ്. ആ അധികാരം നിന്റെ നാവിൽ തന്നിരിക്കുന്നു. നിന്റെ നാവിലാണ് മരണവും ജീവനും ഇരിക്കുന്നത്. അതുകൊണ്ട് ജീവന്റെ വചനം ധൈര്യത്തോടെ പറയുക. ചത്ത ബിസിനസ്, ചത്തമിന്റെ മേഖലകൾ, ചത്തമിന്റെ പഠനം, ചത്തമിന്റെ കുടുംബം, ജീവനുള്ള ദൈവത്തിന്റെ വചനം പറയാൻ തുടങ്ങുമ്പോൾ അത് ജീവിപ്പിക്കാൻ തുടങ്ങുകയാണ് ഇന്ന് പകൽ. അതുകൊണ്ട് വചനം ധൈര്യത്തോടെ പറയുവാൻ ദൈവാത്മാവിൽ തയ്യാറാകുക. നോക്കൂ, നമ്മൾ എന്താ പറഞ്ഞു വന്നത്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്തിരിക്കുന്നു. ആ ക്രിസ്തുവിന് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന നിങ്ങളുടെ സാഹചര്യങ്ങളെ തിരുത്തുവാൻ ശക്തിയുണ്ട്. ആ ബോധം നിങ്ങളുടെ അകത്ത് മകൾ ശക്തിയോടെ വ്യാപരിക്കട്ടെ. അതില്ലാത്തവനാൽ ജനം നശിച്ചു പോവുകയാണ്. എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ക്രിസ്തുവിന് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ ശക്തിയുണ്ടെന്നുള്ള പരിജ്ഞാനമില്ലായകയാൽ ദൈവജനം
അറിയാതെ ലോകത്തിന്റെ വിവിധയിടങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരാണ് കൂടുതൽ ഓട്ടക്കാരായി ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ മടങ്ങി വരുവാൻ അകത്ത് താല്പര്യമുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അർത്ഥാൽ ഈ പരിജ്ഞാനം എനിക്ക് നൽകുന്ന ഒരു വകബോധമുണ്ട്. ആ പരിജ്ഞാനം പറയുന്നു ഞാൻ ഒരു ജയാളിയാണ്. ആ പരിജ്ഞാനം എന്നോട് പറയുന്നു എനിക്ക് ക്രിസ്തുവിൽ സമൃദ്ധിയുണ്ട്. ജയാളി വേറെ, സമൃദ്ധി വേറെ. ജയാളി എന്ന് പറഞ്ഞാൽ ജയം എന്ന് പറഞ്ഞാൽ ആ ജയത്തിനൊരു മാർജിനുണ്ട്. രണ്ട് ടീമുകൾ തമ്മിൽ ക്രിക്കറ്റ് കളിയോ ഫുട്ബോൾ കളിയോ ഒക്കെ നടക്കുമ്പോൾ ആദ്യം ക്രിക്കറ്റ് ആണെങ്കിൽ ആദ്യം നേടിയ റൺസിനേക്കാൾ ഒരു റണ്ണ് കൂടുതൽ നേടിയാൽ അടുത്ത ടീം ജയിച്ചു. അപ്പൊ ഒരു റണ്ണ് കൂടുതൽ നേടിയാൽ, ഒരു ഗോൾ കൂടുതൽ അടിച്ചാൽ ആ അടിച്ച ടീം ജയിച്ചു. എന്നാൽ സമൃദ്ധി അവല്ല. സമൃദ്ധി നിനക്ക് ആവോളം അനുഭവിക്കാം. ആവോളം നിനക്ക് അവനെ സമൃദ്ധിയോടെ അനുഭവിക്കാം. ആവോളം നിനക്ക് സമൃദ്ധിയോടെ അത് അനുഭവിക്കാം. സമൃദ്ധി അവന് അളവില്ല. നോക്കിയേ, ദൈവരാജ്യത്തിൽ വന്ന നിങ്ങൾക്ക് ഒന്ന്, ദൈവം ജയം നൽകുന്ന ദൈവമാണ്. രണ്ട്, ദൈവം നിങ്ങൾക്ക് സമൃദ്ധി നൽകുന്ന ദൈവമാണ്. ഇന്നത്തെ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതാണ് ജയം എന്ന് പറയുന്നത്. നോക്കൂ, അത് അളവില്ലാതെ നീ അനുഭവിക്കുന്നതിനാണ് സമൃദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടെ പറയാൻ തുടങ്ങണം, ഞാൻ ക്രിസ്തുവിൽ ഒരു ജയാളിയാണ്. എന്താ നമ്മുടെ കർത്താവ് പറഞ്ഞത്? ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അധൈര്യപ്പെടേണ്ട. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച കർത്താവാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ജനിച്ചവർ എല്ലാവരും ലോകത്തെ ജയിക്കുന്നവരാണെന്ന് 1 യോഹന്നാൻ 5:4 പറയുന്നു. അർത്ഥാൽ അത് നമ്മുടെ വിശ്വാസമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിനക്ക് ജയജീവിതമുണ്ട്. നീ ലോകത്തെ ജയിക്കുന്നവനാണ്. നീ പാപത്തെ ജയിക്കുന്നവനാണ്. നീ സാഹചര്യങ്ങളെ ജയിക്കുന്നവനാണ്. നിന്റെ ജീവിതത്തിലെ പരാജയങ്ങൾ തുടച്ചു നീക്കപ്പെടുകയാണ്. നീ ഒരു ജയാളിയായി രൂപപ്പെടുകയാണ്. ഇങ്ങനെ കർത്താവിന്റെ വചനം ധ്യാനിക്കുന്തോറും നിന്റെ അകത്ത് ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം വ്യാപരിക്കുകയാണ്. നോക്കൂ, യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. നിങ്ങൾ ജ്ഞാനസ്നാനത്താൽ നിങ്ങൾ കർത്താവിനോട് ചേർന്നു. കർത്താവിനോട് ചേർന്ന നിങ്ങളെ കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞൊരു വാക്യമുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം, നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. ഫോർ വി ആർ മെമ്പേഴ്സ് ഓഫ് ഹിസ് ബോഡി, ഓഫ് ഹിസ് ഫ്ലഷ് ആൻഡ് ഓഫ് ഹിസ് ബോൺസ്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. നാം അവന്റെ അസ്ഥിയുടെ ഭാഗമല്ലോ. നാം അവന്റെ മാംസത്തിന്റെ ഭാഗമല്ലോ. അപ്പൊ ക്രിസ്തുവിന്റെ മാംസത്തിന്റെ ഭാഗമാണ് നാം. ക്രിസ്തുവിന്റെ അസ്ഥിയുടെ ഭാഗമാണ് നാം. ഏതൻ തോട്ടത്തിൽ വെച്ച് ഹവ്വയെ നോക്കിക്കൊണ്ട് ആദാം പറഞ്ഞ പദമുണ്ട്, ഇവൾ എന്റെ അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും. ആദാമിൽ നിന്ന് വന്നതാണ് ഹവ്വ. അർത്ഥാൽ ഇവിടെ ക്രിസ്തുവിൽ നിന്ന് വന്നതാണ് സഭ. അർത്ഥാൽ ഇന്ന് പകൽ ആ ശക്തി നിന്റെ അകത്ത് ശക്തിയോടെ വ്യാപരിക്കട്ടെ. നീ ക്രിസ്തുവിന്റെ മാംസമാണ്, അതിൽ പങ്കാളിയാണ്. നീ ക്രിസ്തുവിന്റെ അസ്ഥിയിൽ ഓഹരിക്കാരനാണ്. അർത്ഥാൽ നിന്റെ അകത്ത് ബലത്തോടെ ഈ ശക്തി വ്യാപരിക്കുകയാണ്. എന്താ ക്രിസ്തുവിന്റെ അസ്ഥിയുടെ പ്രത്യേകത? അത് മതപുരോഹിതന്മാരെ കണ്ട് വളഞ്ഞവനല്ല എന്റെ കർത്താവ്. അവൻ ചുറ്റും ഇളകിയടിച്ച കൊടുങ്കാറ്റുകളുടെ മനുവിൽ അവൻ തകർന്നിരുന്നവനല്ല. അവൻ എന്തിനേയും അതിജീവിപ്പാൻ അകത്ത് ധൈര്യമുള്ളവനായിരുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന നിന്നെ ഇനി പകൽ സ്വർഗം ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ ധൈര്യമുള്ളവനായി അകത്ത് ദൈവിക സമാധാനം അനുഭവിക്കുന്നവനായി ശക്തിയോടെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ ഏത് പ്രശ്നത്തിനകത്താണെങ്കിലും മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ അകത്തുണ്ട്. ആ ക്രിസ്തുവിനാൽ നിന്റെ ദേഹിയിൽ അറിയാതെ ബലം പകർന്ന് ഉറപ്പുള്ളവനായി ശക്തിയുള്ളവനായി ഏതിന്റെ മടുവിലും ജയത്തോടെ നിൽക്കുന്നവനായി നിന്നെ മുൻപോട്ട് വഹിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിപ്പാൻ നീ താല്പര്യപ്പെടുന്നുവോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ രോഗം എത്ര വലുതാകട്ടെ, നിന്റെ പ്രശ്നം എത്ര വലുതാകട്ടെ, അല്ല നിന്റെ മുമ്പിൽ എത്ര അടഞ്ഞ വാതിലുണ്ടാകട്ടെ, എന്തിനേയും തുറക്കുവാൻ ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ശക്തിയോടെ ഇന്ന് പകൽ നിന്റെ അകത്ത് വ്യാപരിക്കുന്നു. ഈ വെളിപ്പാട് നിന്റെ അകത്ത് തുറന്നു കിട്ടാൻ ഇന്ന് പകൽ നീ പ്രാർത്ഥിപ്പാൻ തയ്യാറാണോ? പൗലോസ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിന് നിങ്ങളുടെ അകത്ത് പകരണവിന് പൗലോസ് അവർക്ക് വേണ്ടി ശക്തിയോടെ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കർത്താവേ, ആ ശക്തിയുടെ മേൽ പകരണം. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രയാസങ്ങളുടെ മേൽ, നിങ്ങളുടെ പ്രതിസന്ധികളുടെ മേൽ ഇപ്പോൾ യഹോവയുടെ കരം ശക്തിയോടെ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കിയാണ്. പ്രയാസങ്ങളുടെ മടുവിൽ, പ്രതികൂലങ്ങളുടെ മടുവിൽ, പ്രതിസന്ധികളുടെ മടുവിൽ കർത്താവേ,
എന്തു ചെയ്യണമെന്നറിയാതെ ആശ നഷ്ടപ്പെട്ടു പോയ അവസ്ഥകളുടെ നടുവിൽ ഇന്ന് തിരുമുഖത്തേക്ക് നോക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളെ ശക്തിയോടെ ബലപ്പെടുത്തുന്ന ദൈവമാണല്ലോ. അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഞങ്ങളെ തുറക്കുന്ന ദൈവമാണല്ലോ. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഞങ്ങളുടെ അകത്തുണ്ടല്ലോ. ആ വെളിപ്പാടിന് പകരം ഞങ്ങളുടെ മക്കളുടെ അകത്ത് ശക്തിയോടെ വ്യാപരിക്കട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ആ വചനം ഞങ്ങളുടെ മക്കളുടെ അകത്ത് വെളിപ്പാടായി കയറട്ടെ കർത്താവേ. അത് അവരെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്നതാണല്ലോ. പാപത്താൽ സംഭവിച്ച സകല നഷ്ടങ്ങളും നോക്കി അളവ് കൂടാതെ പകരപ്പെടുന്ന ക്രിസ്തുവിനാൽ കർത്താവെ അത് തിരികെ ലഭിക്കുമല്ലോ കർത്താവേ. ആ ക്രിസ്തുവിനാൽ അങ്ങനെ മക്കൾ ഉറപ്പിക്കപ്പെട്ടവരായി ജീവിക്കട്ടെ കർത്താവേ. തൃക്കരം അങ്ങനെ അനുകൂലമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം കുഞ്ഞാടിന്. പ്രാർത്ഥനത്തിനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രാർത്ഥനയ്ക്കും കൗൺസിലുകൾക്കുമായിട്ട് താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഏതെങ്കിലും സമയത്ത് പെട്ടെന്ന് നമ്പറുകൾ എടുക്കാൻ കഴിയാതെ പോയാൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിശ്ചയമായിട്ടും നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. പുതിയ നിയമ വെളിപ്പാടിൽ കർത്താവിനെ ആരാധിപ്പാൻ എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:30 മുതൽ 10:15 വരെ തൃശ്ശൂർ റൗണ്ടിലുള്ള പെരിഞ്ചേരി ബിൽഡിങ്ങിൽ വെച്ചൊരു സാവകാശം ദൈവാത്മാവിനാൽ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനും ഒരുമിച്ച് ദൈവിക വിടുതൽ അനുഭവിപ്പാനും ദൈവാത്മാവിനാൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന സന്ദർഭം നിങ്ങൾ പാഴാക്കാതെ ഒരുമിച്ച് കടന്നു വരിക. കർത്താവ് നമ്മളെ അവനായി സഹായിക്കുമാറാകട്ടെ. കൂടാതെ ഈ വരുന്ന 7-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ 9-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചവരെ തൃശ്ശൂർ നെല്ലിക്കുന്ന് രവിവർമ്മ മന്ദിരത്തിൽ വെച്ച് ഓവർകമേഴ്സിൻ്റെ ഒരു പ്രത്യേക സെമിനാർ നടത്തപ്പെടുന്നു. പുതിയ നിയമ വെളിപ്പാടിൽ കർത്താവിനെ ആരാധിക്കുകയും പുതിയ നിയമ ശുശ്രൂഷ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവരായ മഹത്വത്തിനുവേണ്ടി പ്രയോജനപ്പെടുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾക്ക് അവരിലേക്ക് കടന്നു വരുവാൻ സാവകാശമുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിരിക്കുകയാണെങ്കിലും അത്യാവശ്യം ചിലർ കൂടെ അതിനുള്ള സാവകാശമുണ്ട്. നിങ്ങളതിലേക്ക് കടന്നു വന്ന് പങ്കെടുക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങളേവരെയും ഞങ്ങൾ കർത്തൃനാമത്തിൽ ആ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമുകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ജനം കണ്ടുകൊണ്ടിരിക്കുന്നു. സുവിശേഷം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ എത്തുക എന്ന ഉദ്ദേശത്തോടെ നടത്തപ്പെടുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ നിങ്ങൾക്ക് സാവകാശമുണ്ട്. താല്പര്യപ്പെടുന്നവർ ഈ പ്രോഗ്രാമിലേക്ക് ഏതെങ്കിലും വലിയ ഭാഗമാക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. കർത്താവ് നിങ്ങളെ അതിനെ സഹായിക്കുമാറാകട്ടെ. വീണ്ടും കാണും വരെ കർത്താവ് നിങ്ങളുടെ ചിറകിൻ്റെ മറവിൽ നിങ്ങളെ മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു.